നിമിഷത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ വെട്ടത്തുനാട് എന്നറിയപ്പെട്ടിരുന്ന പഴയ നാട്ടുരാജ്യത്തിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോകാം. ഇന്നത്തെ തിരൂർ താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശമാണിത്. അവിടെ എപ്പോഴും കാറ്റിൽ ഉപ്പും മണ്ണും കലർന്നൊരു പ്രത്യേക മണമുണ്ടായിരുന്നു. അറബിക്കടലിൽ നിന്ന് വീശുന്ന കാറ്റ് തെങ്ങോലകളെ ഇളക്കിമറിക്കുന്ന കാലം. പക്ഷേ അന്നത്തെ കേരളം ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല കേട്ടോ. പോർച്ചുഗീസുകാർ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. വിദേശ ശക്തികളും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധങ്ങളും വെടിമരുന്നിന്റെ ഗന്ധവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടവും എല്ലാം കൂടി ആകപ്പാടെ ഒരു ബഹളമയമായ അന്തരീക്ഷം. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്കന്നത്തെ സാമൂഹിക അവസ്ഥയൊന്ന് നോക്കാം. അതൊരു വല്ലാത്ത കാലമായിരുന്നു. ജാതിയും മതവും മനുഷ്യരെ പല തട്ടുകളിലായി തിരിച്ചു നിർത്തിയിരുന്ന കാലം. അറിവ് എന്നത് ചില പ്രത്യേക ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സ്വകാര്യ സ്വത്തായിരുന്നു. സംസ്കൃതം എന്ന ദേവഭാഷ പഠിക്കാനോ വേദങ്ങൾ കേൾക്കാനോ സാധാരണക്കാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അക്ഷരം പഠിക്കുക എന്നത് തന്നെ ഒരു വലിയ കുറ്റകൃത്യമായി കണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് അധികം അകലെയല്ലാതെ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്ത് നമ്മുടെ നായകൻ ജനിക്കുന്നത്. ചരിത്രരേഖകളിൽ ഇദ്ദേഹത്തിന്റെ ജനന തീയതിയോ മാതാപിതാക്കളുടെ പേരോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ചിലർ പറയുന്നു അദ്ദേഹം ചക്കാല നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന്, മറ്റു ചിലർ കണിശൻ വിഭാഗമാണെന്നും തർക്കിക്കുന്നുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, അദ്ദേഹം അന്നത്തെ ഉന്നത കുലജാതരായ നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറിവിന്റെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ ആ കുട്ടി സാധാരണ കുട്ടിയായിരുന്നില്ല. തുഞ്ചൻ പറമ്പിലെ മണ്ണിൽ കളിച്ചു വളരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചെവികൾ എപ്പോഴും തുറന്നിരുന്നത് അറിവിന്റെ ശബ്ദങ്ങൾ കേൾക്കാനായിരുന്നു. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുയരുന്ന മന്ത്രോച്ചാരണങ്ങളും വഴിയരികിലെ പാട്ടുകളുമെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചു. അന്നത്തെ ഭാഷയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു വശത്ത് പണ്ഡിതന്മാർ മാത്രം സംസാരിക്കുന്ന കടുപ്പമേറിയ സംസ്കൃതം, മറുവശത്ത് സാധാരണക്കാർ സംസാരിക്കുന്ന തമിഴും മലയാളവും കൂടി കലർന്ന ഒരു നാടൻ ഭാഷ. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായിരുന്നു യഥാർത്ഥ മലയാളം. സാഹിത്യമെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ സ്തുതിക്കാനും ദേവദാസികളെ വർണ്ണിക്കാനും മാത്രമുള്ള ഒരു ഉപാധിയായി മാറിയിരുന്നു അക്കാലത്ത്. നമ്മുടെ കൊച്ചു രാമാനുജൻ ഇതൊക്കെ കണ്ടു വളരുകയാണ്. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക എന്നൊരു പരിപാടിയില്ലല്ലോ, ഗുരുകുലങ്ങളാണുള്ളത്. അവിടെയാണെങ്കിൽ പ്രവേശനം കിട്ടുക എന്നത് ബാലികേറ മലയാണ്. എന്നാൽ രാമാനുജൻ എന്ന ബാലന്റെ ഉള്ളിൽ അണയാത്തൊരു തീയുണ്ടായിരുന്നു, അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം. ആരും പഠിപ്പിച്ചില്ലെങ്കിലും കേട്ടു പഠിക്കാനുള്ള അസാമാന്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തുഞ്ചൻ പറമ്പിലെ ആ പഴയ വീട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓല മേഞ്ഞ മേൽക്കൂരയും ചാണകം മെഴുകിയ തറയും, മുറ്റത്ത് നിറയെ മരങ്ങൾ. അവിടെ ഒരു കാഞ്ഞിരമരമുണ്ടായിരുന്നു. പിൽക്കാലത്ത് തുഞ്ചൻ പറമ്പിന്റെ തന്നെ പ്രതീകമായി മാറിയ ആ കാഞ്ഞിരമരം. ഇതിനെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. സാധാരണ കാഞ്ഞിരത്തിന്റെ ഇലകൾക്ക് ഭയങ്കര കയ്പാണ് അല്ലേ? എന്നാൽ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തിന്റെ ഇലകൾക്ക് മധുരമാണത്രേ. എഴുത്തച്ഛൻ തന്റെ നാരായവും എഴുത്തോലകളും അവിടെ സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണോ ഈ മാറ്റം വന്നതെന്ന് പഴമക്കാർ അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. സത്യമെന്തായാലും ആ മരച്ചുവട്ടിലിരുന്നാണ് മലയാള ഭാഷയുടെ വിധി അദ്ദേഹം തിരുത്തി എഴുതിയത്. യുവാവായ രാമാനുജൻ തന്റെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചു. ജനങ്ങൾ ആത്മീയമായി ദരിദ്രരായിരുന്നു. അവർക്ക് ഭക്തിയോ സദാചാരമോ മനസ്സിലാക്കാൻ തക്കവണ്ണം ലളിതമായ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെയില്ല. ഉള്ളതെല്ലാം സംസ്കൃതത്തിന്റെ ഇരുമ്പു മതിലുകൾക്കുള്ളിലാണ്. ഇതിനൊരു മാറ്റം വരണം, അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ എങ്ങനെ? അന്നത്തെ സാമൂഹിക നിയമങ്ങളെ വെല്ലുവിളിക്കുക എന്നത് ജീവനു തന്നെ ഭീഷണിയുള്ള കാര്യമാണ്. നാട്ടുപ്രമാണിമാരും യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരും എന്തിനും മടിക്കാത്തവരാണ്. പക്ഷേ രാമാനുജൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ഈ മതിലുകൾ തകർക്കണം. പക്ഷേ ബലം പ്രയോഗിച്ചല്ല, അക്ഷരങ്ങൾ കൊണ്ട്. അദ്ദേഹം തന്റെ ജീവിതം അക്ഷരങ്ങൾക്കായി ഒഴിഞ്ഞുവയ്ക്കാൻ തീരുമാനിച്ച നിമിഷമായിരുന്നു അത്.
വെറുമൊരു സാധാരണക്കാരനായി ജനിച്ച അദ്ദേഹം എഴുത്തച്ഛൻ എന്ന പദവിയിലേക്ക്, അതായത് അക്ഷരങ്ങളുടെ പിതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയരാനുള്ള യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. അക്കാലത്തെ സാഹിത്യമെന്ന് പറയുന്നത് മണിപ്രവാളം എന്നൊരു വിചിത്രമായ ശൈലിയായിരുന്നു. സംസ്കൃതവും മലയാളവും കൂട്ടിക്കുഴച്ചുള്ള ഒരിനം. മാണിക്യവും പവിഴവും കോർത്ത മാല എന്നൊക്കെയാണ് കവികൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കേൾക്കാൻ നല്ല രസമാണെങ്കിലും സാധാരണക്കാരന് ഇതിന്റെ അർത്ഥം പിടികിട്ടില്ല. അർത്ഥം മനസ്സിലാകാത്ത കവിതകൾ കൊണ്ട് എന്ത് കാര്യം? രാമാനുജൻ ഇതിനെ വെറുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് വേണ്ടത് പച്ചയായ, മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന, ആർക്കും മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. തന്റെ ഈ ലക്ഷ്യം നിറവേറ്റാൻ തിരൂർ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. നാട്ടിലെ അറിവുകൾ മതിയാകാതെ വരുന്നു. കൂടുതൽ ആഴത്തിൽ പഠിക്കണം. വേദങ്ങളും ഉപനിഷത്തുകളും മനസ്സിലാക്കണം. അതിന് ദേശാടനമല്ലാതെ വേറെ വഴിയില്ല. വീട്ടിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ഭാണ്ഡവും തോളിലിട്ട് അറിവ് തേടിയിറങ്ങാൻ അദ്ദേഹം തയ്യാറെടുക്കുന്ന ആ ഒരു ചിത്രത്തോടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെയാണ് ഇപ്പോൾ തുഞ്ചൻ പറമ്പ്. ചരിത്രം മാറാൻ പോവുകയാണ്. യാത്ര തുടങ്ങി സുഹൃത്തുക്കളെ. നമ്മൾ നേരത്തെ കണ്ട ആ ചെറുപ്പക്കാരൻ തുഞ്ചത്തെ പറമ്പിലെ പൊടിമണ്ണിൽ നിന്ന് എഴുന്നേറ്റ് ലോകം കാണാൻ ഇറങ്ങുകയാണ്. ഇന്നത്തെ കാലത്തു നമുക്ക് അറിവ് വേണമെങ്കിൽ ഗൂഗിളിൽ തിരയാം, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാം. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അറിവ് എന്നത് ഒരിടത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെ ഇരിക്കുന്ന സാധനമാണ്. അത് തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതും പോരാഞ്ഞ് ഗേറ്റ് കീപ്പർമാരായ ജാതി കോമരങ്ങളെ വെട്ടിച്ചു വേണം ഉള്ളിൽ കടക്കാൻ. അങ്ങനെ നമ്മുടെ നായകൻ നടക്കുകയാണ് വെറും കാലിൽ കേരളത്തിന്റെ അതിരുകൾ താണ്ടി അയൽ സംസ്ഥാനങ്ങളിലേക്ക്. പാലക്കാടൻ ചുരവും കടന്ന് തമിഴ്നാട്ടിലേക്കും പിന്നീട് ആന്ധ്രയിലേക്കുമൊക്കെ നീളുന്ന വലിയൊരു യാത്ര. ഭാവനയിലൊന്ന് കണ്ടു നോക്കൂ. കയ്യിൽ വലിയ ഭാണ്ഡക്കെട്ടുകളൊന്നുമില്ല, പോക്കറ്റിൽ ക്രെഡിറ്റ് കാർഡില്ല, മാപ്പ് നോക്കാൻ സ്മാർട്ട് ഫോണില്ല. ഉള്ളത് കത്തുന്ന വയറും അതിനേക്കാളും ഉഗ്രമായി കത്തുന്ന തലച്ചോറും മാത്രം. വഴിയിൽ കൊള്ളക്കാരുണ്ടാകാം, വന്യമൃഗങ്ങളുണ്ടാകാം. പക്ഷെ രാമാനുജന് ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നു മാത്രം: സംസ്കൃതം പഠിക്കണം. വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്ന ആ വലിയ സത്യങ്ങൾ എന്താണെന്ന് നേരിട്ടറിയണം. അക്കാലത്ത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ക്ഷേത്രനഗരങ്ങൾ വലിയ വൈജ്ഞാനിക കേന്ദ്രങ്ങളായിരുന്നു. കുംഭകോണവും മധുരയും പോലുള്ള സ്ഥലങ്ങൾ. അവിടെ വലിയ വലിയ പണ്ഡിതന്മാർ തത്തിക്കളിക്കുന്ന തെരുവുകൾ. പക്ഷെ പ്രശ്നം അവിടെയും വിടുന്നില്ല. ഒരു ഗുരുവിനെ കിട്ടാനാണ് പാട്. ചെല്ലുന്നിടത്തെല്ലാം ഒരേ ചോദ്യം: ഏതാ ജാതി? ഗോത്രമേതാ? താഴ്ന്ന ജാതിക്കാരനാണെന്നറിഞ്ഞാൽ വാതിലുകൾ മുഖത്തടിച്ച പോലെ കൊട്ടിയടയ്ക്കപ്പെടും. ശൂദ്രന് വേദം കേൾക്കാൻ അവകാശമില്ല എന്നൊരു ബോർഡ് തൂക്കാത്ത കുറവേ ഉള്ളൂ പലയിടത്തും. പക്ഷേ നമ്മുടെ കഥാനായകൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും പണ്ഡിതന്മാരുടെ ക്ലാസുകൾക്ക് പുറത്ത് മതിൽക്കെട്ടുകൾക്കപ്പുറം നിന്ന് പാഠങ്ങൾ ഒളിച്ചു കേട്ടു എന്ന് ചില കഥകളുണ്ട്. ഇത് സത്യമാണോ എന്നറിയില്ല. പക്ഷേ അന്നത്തെ സാമൂഹിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അകത്തിരുന്ന് പഠിക്കുന്നവരെക്കാൾ ശ്രദ്ധയോടെ പുറത്തിരുന്ന് കേൾക്കുന്നവനാകും പലപ്പോഴും കാര്യങ്ങൾ വേഗത്തിൽ പിടിച്ചെടുക്കുക. ആവേശം, അതാണല്ലോ പ്രധാനം. യാത്രക്കിടയിൽ അദ്ദേഹം പലതരം മനുഷ്യരെ കണ്ടു. ഭക്തിപ്രസ്ഥാനം അക്കാലത്ത് തെന്നിന്ത്യയിൽ കത്തിപ്പടരുന്ന സമയമാണ്. ദൈവത്തെ സ്തുതിക്കാൻ സംസ്കൃതത്തിന്റെ കടുപ്പമുള്ള വാക്കുകൾ തന്നെ വേണമെന്നില്ല. മനസ്സ് തുറന്നുള്ള ഭക്തി മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് രാമാനുജനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. കേരളത്തിലെ നമ്പൂതിരി ഇല്ലങ്ങളിലെ കെട്ടിക്കിടക്കുന്ന ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വായു സഞ്ചാരമുള്ള ഒരിടം അദ്ദേഹം പുറം ലോകത്ത് കണ്ടു. അവിടെ പാട്ടുകളുണ്ട്, നൃത്തമുണ്ട്, നാമജപങ്ങളുണ്ട്. ഈ കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ അടിമുടി മാറ്റിമറിച്ചു. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ അദ്ദേഹം യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തി. ആന്ധ്രയിലാണോ അതോ തമിഴ്നാട്ടിലാണോ എന്നത് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കമുള്ള വിഷയമാണ്. ഇവിടെയാണെങ്കിലും ജാതി നോക്കാതെ അറിവ് പകർന്നു നൽകാൻ മനസ്സുള്ള ആ ഗുരുവിനെ കിട്ടിയതാണ് എഴുത്തച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോട്ടറി. അവിടെ വെച്ച് അദ്ദേഹം രാവും പകലും ഇല്ലാതെ പഠിച്ചു. വ്യാകരണം, തർക്കശാസ്ത്രം, ഇതിഹാസങ്ങൾ എല്ലാം അദ്ദേഹം വിഴുങ്ങി എന്ന് തന്നെ പറയാം. വെറുതെ കാണാതെ പഠിക്കുകയല്ല, ഓരോ വരിയുടെയും അർത്ഥവും ആഴവും മനസ്സിലാക്കി പഠിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ കോളേജ് കുട്ടികളിൽ അസൈൻമെന്റ് എഴുതാൻ മടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാലത്താണ് ഈ മനുഷ്യൻ കിലോമീറ്ററുകൾ നടന്ന് കിട്ടിയ അറിവുകൾ ഓരോന്നും ഓലയിൽ പകർത്തി എഴുതി സൂക്ഷിച്ചത്.
അതും എണ്ണവിളക്കിന്റെ വെട്ടത്തിൽ. കണ്ണിലെ എണ്ണ വറ്റിപ്പോയാലും വേണ്ടില്ല, അറിവിന്റെ എണ്ണ കുറയരുത് എന്ന വാശി. സംസ്കൃത ഭാഷയിലെ ഏറ്റവും സങ്കീർണമായ ശ്ലോകങ്ങൾ പോലും അദ്ദേഹത്തിന് വഴങ്ങി. അന്യഭാഷയായിരുന്നിട്ടും അത് സ്വന്തം മാതൃഭാഷ പോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പഠിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പുസ്തകപ്പുഴു ആവലല്ല എന്ന് രാമാനുജൻ തിരിച്ചറിഞ്ഞ കാലം കൂടിയായിരുന്നു അത്. അദ്ദേഹം പഠിച്ചത് വെറും അക്ഷരങ്ങളല്ല, ജീവിതമാണ്. പല ദേശങ്ങളിലെ സംസ്കാരം, ആചാരങ്ങൾ, മനുഷ്യരുടെ പെരുമാറ്റം ഒക്കെ അദ്ദേഹം കണ്ടു. അധ്യാത്മരാമായണം എന്ന സംസ്കൃത ഗ്രന്ഥവുമായി അദ്ദേഹം കൂടുതലെടുത്തു. വാൽമീകിയുടെ രാമായണം നമുക്കെല്ലാം അറിയാം. പക്ഷേ ഈ അധ്യാത്മരാമായണം കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൽ രാമൻ വെറുമൊരു രാജാവല്ല, സാക്ഷാൽ ദൈവമാണ്. ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ഇതാണ് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. വർഷങ്ങൾ നീണ്ട ഈ ദേശാടനത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. പോയപ്പോഴുള്ള ആളല്ല ഇപ്പോൾ തിരിച്ചു വരുന്നത്. പോയത് വെറുമൊരു രാമാനുജൻ, തിരിച്ചു വരുന്നത് ഒരു ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ നടപ്പിലും എടുപ്പിലും ഒക്കെ ആ മാറ്റം പ്രകടമായിരുന്നു. വെറും കൈയോടെയല്ല വരവ്, മനസ്സ് നിറയെ ആശയങ്ങളും ഭാണ്ഡം നിറയെ ഗ്രന്ഥങ്ങളുമായാണ്. ഈ തിരിച്ചുവരവ് ഒരു പ്രതികാരം കൂടിയായിരുന്നു. തന്നെ ആട്ടിപ്പായിച്ച, അറിവ് നിഷേധിച്ച പഴയ വ്യവസ്ഥിതിയോടുള്ള മധുരമായ പ്രതികാരം. നിങ്ങൾ വാതിലടച്ചപ്പോൾ ഞാൻ ജനാല വഴി കയറി എന്ന് പറയുന്ന പോലൊരു സ്റ്റൈലൻ എൻട്രി. തിരികെ നാട്ടിലെത്തിയപ്പോൾ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ. ജാതിയും വ്യത്യാസങ്ങളുമൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എഴുത്തച്ഛൻ മാറി. അദ്ദേഹത്തിനിപ്പോൾ ഭയമില്ല. താൻ ആർജിച്ചെടുത്ത അറിവ് തൻ്റേത് മാത്രമായി വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സാധാരണഗതിയിൽ കുറച്ച് വിവരം കിട്ടിയാൽ ആളുകൾക്ക് ജാട കൂടും. എനിക്കറിയാവുന്നത് നിനക്കറിയില്ലല്ലോ എന്ന ഭാവം വരും. എന്നാൽ എഴുത്തച്ഛൻ ചിന്തിച്ചത് നേരെ മറിച്ചാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ കാര്യങ്ങൾ എൻ്റെ അയൽപ്പക്കത്തെ പാവം കർഷകനും ചന്തയിലെ മീൻകാരിക്കും കുട്ടികൾക്കുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തലപൊകിക്കുന്ന ചിന്ത. അദ്ദേഹത്തിന്റെ ഈ യാത്രകൾ വെറുതെയായില്ല. ആ യാത്രകളാണ് അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ പരിമിതികൾ മനസ്സിലാക്കി കൊടുത്തത്. തമിഴും സംസ്കൃതവുമൊക്കെ വികസിച്ചു നിൽക്കുമ്പോൾ മലയാളം മാത്രം എന്തിനാണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തെ അലട്ടി. അന്യനാടുകളിൽ കണ്ട ആ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഊർജം കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതിന് പഴയ മണിപ്രവാള ഭാഷ പോരാ, പുതിയതെന്തോ വേണം. നാട്ടുകാർ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി. ഇന്നലെ വരെ പറമ്പിൽ കളിച്ചു നടന്ന ചെക്കൻ ഇന്ന് സംസ്കൃതത്തിൽ കാളിദാസനെ പോലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു. ചിലർക്ക് ബഹുമാനം തോന്നി, ചിലർക്ക് അസൂയയും. ഇവനൊക്കെ ഇതെവിടുന്ന് പഠിച്ചു എന്ന അടക്കം പറച്ചിലുകൾ നാട്ടിൽ പരന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ വലിയൊരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. ആ പദ്ധതിയാണ് പിന്നീട് കേരളത്തിന്റെ ചരിത്രം മാറ്റിയത്. ദേശാടനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ഭാഷ എന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ്, അകറ്റാനുള്ളതല്ല. സംസ്കൃതം ദൈവങ്ങളുടെ ഭാഷയാണെങ്കിൽ മലയാളം മനുഷ്യരുടെ ഭാഷയാകണം. ആ മനുഷ്യരുടെ ഭാഷയെ ദൈവങ്ങളുടെ ഭാഷയോളം ഉയർത്തണം. അതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിനായുള്ള പണിപ്പുരയിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് വെറും എഴുത്തല്ല, ഒരു വിപ്ലവമാണ്. വെറും പേനയുമല്ല, ആയുധം. മഷിയല്ല, ചോരയും നീരുമാണ് അതിൽ നിറയ്ക്കാൻ പോകുന്നത്. യാത്ര അവസാനിച്ചു, പക്ഷേ ദൗത്യം തുടങ്ങുന്നതേയുള്ളൂ. പൊടിപിടിച്ച കാലുകളുമായി തുഞ്ചൻ പറമ്പിൽ തിരിച്ചെത്തിയ ആ യുവാവിന്റെ കണ്ണുകളിലെ തിളക്കം അത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു. എഴുത്തച്ഛൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കേരളത്തിലെ സാഹിത്യരംഗം ഒട്ടും ആശാവഹമായിരുന്നില്ല. അന്നത്തെ കവികളുടെയും പണ്ഡിതന്മാരുടെയും കാര്യം പറഞ്ഞാൽ ഇന്നത്തെ പേജ് 3 സെലിബ്രിറ്റികളെ പോലെയായിരുന്നു അവർ. സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത, എന്നാൽ ദൂരെ നിന്ന് നോക്കി ഹോ ഭയങ്കരം തന്നെ എന്ന് പറയേണ്ടി വരുന്ന ഒരു കൂട്ടം. അക്കാലത്ത് സാഹിത്യമെന്ന് പറഞ്ഞാൽ മണിപ്രവാളമായിരുന്നു താരം. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയുണ്ടല്ലേ. മണി എന്നാൽ മാണിക്യം, പവിഴം എന്നാൽ പവിഴം. മാണിക്യവും പവിഴവും കോർത്ത മാല പോലെ മനോഹരമെന്നാണ് കവികൾ ഇതിനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. മാണിക്യം എന്നത് സംസ്കൃത വാക്ക്.